ഷിരൂർ രക്ഷാദൌത്യത്തിൽ ഒരു തരത്തിലുമുള്ള കാലതാമസവും വിവേചനവും ഉണ്ടായിട്ടില്ലെന്ന് കർണാടക സർക്കാർ. ഏറെ ശ്രമകരമായ ദൌത്യം പ്രതികൂല കാലാവസ്ഥയിൽ പോലും നിർവഹിക്കുകയാണെന്നും ഷിരൂരിലെ ദുരന്തസ്ഥലം സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. 10 പേരുടെ മരണത്തിനും 3 പേരെ കാണാതാവുകയും ചെയ്ത ഷിരൂർ ദുരന്തത്തിന്റെ രക്ഷാദൌത്യം 6ാം ദിവസം പിന്നിടുമ്പോഴാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലം സന്ദർശിക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടെ സ്ഥലത്തെത്തിയ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി കൃഷ്ണഭൈരവ ഗൌഡയുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും കേരളത്തിൽ നിന്ന് വന്ന MP MK രാഘവനുമായും ആശയവിനിമയം നടത്തി. രക്ഷാദൌത്യത്തിൽ ഒരു തരത്തിലുമുള്ള കാലതാമസവും വിവേചനവും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. ഈ ಲ್ಯಾಂಡ್ ಸ್ಲೈಡಿಂಗ್ ಆಗಿದೆ 16ನೇ ತಾರೀಕು ಜುಲೈ 16ನೇ ತಾರೀಕು ಲ್ಯಾಂಡ್ ಸ್ಲೈಡಿಂಗ್ ಆಗಿದೆ. ಲ್ಯಾಂಡ್ ಸ್ಲೈಡಿಂಗ್ ಆಗಿ ಸುಮಾರು 10 ಜನರು ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ದಾರೆ. ಅದರಲ್ಲಿ 7 ಜನರ ಡೆಡ್ ಬಾಡಿ ರಿಕವರ್ ಆಗಿದೆ. സാധ്യമായ എല്ലാ നടപടികളും ഷിരൂരിൽ നടത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരവ ഗൌഡ പറഞ്ഞു. എന്നാൽ മലയാളി അർജുൻ അകപ്പെട്ട ലോറി റോഡിലെ മണ്ണിനടിയിൽ ഇല്ലെന്നും ഈ ലോറി നദിയിലേക്ക് പതിച്ചിരിക്കാമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. ഇത്ര വലിയ ദുരന്തം സംഭവിച്ചിട്ടും രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് കർണാടക സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും കാണാതായവർക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ നടത്തേണ്ടി വരുന്നത് ഏകോപനത്തിൽ ഉണ്ടായ വീഴ്ചയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്.